ഹായ് ഓൾ, വെൽക്കം ടു ഷാംസ് വേൾഡ് ഓഫ് ജോയ്. ഇന്ന് ഞാൻ ബ്രെഡ് കൊണ്ട് ഒരു അടിപൊളി പിസ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രെഡ് പിസ്സ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനുള്ള ടോപ്പിങ്സിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്വീറ്റ് കോൺ, പിന്നെ ഞാനിവിടെ ബെൽ പെപ്പറും ഒനിയനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പിസ്സയിൽ ഇമ്പോർട്ടൻ്റ് ആയ പിസ്സ സോസ് ആണ്. ഇത് ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തതാണ്. പിന്നെ നമ്മുടെ പിസ്സയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത എല്ലാവർക്കും ഇഷ്ടമായ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ മൊസറല്ല ചീസ്. ഞാനിതിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് ബ്രെഡ് സ്ലൈസിൽ തേച്ച് കൊടുക്കാം. പിസ്സ സോസ് നന്നായിട്ട് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ടോപ്പിങ്സ് ഇട്ട് കൊടുക്കാം. ടോപ്പിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതായാലും കുഴപ്പമില്ല. വെജ് ആയാലും നോൺ വെജ് ആയാലും ഏതായാലും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ടോപ്പിങ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ബാക്കി ബ്രെഡ് സ്ലൈസസിൽ കൂടെ നമുക്ക് ഇതുപോലെ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച 4 ബ്രെഡ് സ്ലൈസസിലും ഞാൻ എല്ലാ ടോപ്പിങ്സും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇതിനു മേലെ നമുക്ക് കുറച്ച് ഒറിഗാനോ കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു തവ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമുക്ക് എല്ലാ ബ്രെഡ് സ്ലൈസസും ഇതിലേക്ക് മാറ്റാം. ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ യമ്മി ബ്രെഡ് പിസ്സ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല യമ്മി ആയിട്ടുള്ള ബ്രെഡ് പിസ്സയാണ്. വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാം. നല്ല ടേസ്റ്റിയാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യണമെന്ന് പറയുന്നത് ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വരാനാണ്. ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞു വരില്ല.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും വേറൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ.